അതിലേക്ക് വരാം. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വലിയ പ്രശ്നമായിരുന്നു. അവിടെ അശ്വിനി ഹോസ്പിറ്റലിൽ വെള്ളം കയറുക വരെ ചെയ്തു. ഇപ്പോൾ CPM കൗൺസിലറായ PK ഷാജൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഷാജൻ, എന്താണ് തൃശ്ശൂരിൽ ഇന്നലെ പറ്റിയത്? ഇത് അവിടെ ഇപ്പോൾ ഒരു പ്രതിപക്ഷ ഭരണപക്ഷ വാക്കുതർക്കത്തിലേക്ക് പോലും കാര്യങ്ങൾ പോവുകയാണല്ലോ. മഴക്കാലത്തിന് മുൻപ് ശുചീകരണം ഒന്നും നടക്കാത്തതാണോ കാരണമായത്? മഴക്കാലത്തിന് മുൻപ് ശുചീകരണ പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. വലിയ ചാലുകൾ ക്ലീൻ ചെയ്യുന്ന വർക്കിലേക്ക് ഇപ്പോഴേ ടെൻഡർ കഴിഞ്ഞിട്ടുള്ളൂ. അതിപ്പോ അടിയന്തരമായിട്ട് ആ വർക്ക് 4 JCB വെച്ച് നടന്നു വരിക. ഇന്നലെ ഉണ്ടായ കാര്യം വളരെ പെട്ടെന്നാണ് 2 മണിക്കൂർ നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വെള്ളം അങ്ങോട്ട് ഒഴുകിയെത്തേണ്ടായത്. ആ സന്ദർഭത്തിൽ വെള്ളം പിന്നെ എല്ലാ പ്ലാസ്റ്റിക് കുപ്പികളും സാധനങ്ങളും എല്ലാം ചാലുകളിൽ അടിച്ചുകൂടി. ഈ സന്ദർഭത്തിൽ വെള്ളം ഒഴുകാതെ വന്നതാണ് പെട്ടെന്ന് പ്രതിസന്ധിക്ക് കാരണം. ഇന്നലെ 12 മണി 1 മണിയോട് കൂടി തന്നെ നമ്മൾ അതെല്ലാം JCB വെച്ച് നീക്കം ചെയ്തതിന്റെ ഫലമായി ഇന്ന് നേരം വെളുക്കുമ്പോഴേക്കും ആ പ്രശ്നം പരിഹരിച്ചു. അപ്പൊ നല്ല നിലയിൽ തന്നെ ആ വർക്ക് നടന്നു. ഇപ്പോ ഈ ഒരു 2-3 ദിവസത്തിനകം ബാക്കിയുള്ള വർക്കുകളെല്ലാം തീരാൻ കോർപ്പറേഷൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മുമ്പ് നമ്മുടെ ചാലുകളെല്ലാം വൃത്തിയാക്കിയിരുന്നു. വലിയ ചാലുകളല്ല, ചെറിയ ചാലുകൾ. അപ്പൊ അത് നമ്മൾ അതിന് സ്റ്റെപ്പൊക്കെ എടുത്തിരുന്നു. എന്നാൽ വലിയ ചാലുകൾ കൈകാര്യം ചെയ്യുന്നതിൽ പൂർണ്ണമായി കഴിയാതെ വന്നിട്ടുണ്ട് എന്നൊരു കുറവുണ്ട്. അത് എന്ത് സംഭവിച്ചു? അതാണല്ലോ ഇപ്പോൾ അവിടെ പ്രതിപക്ഷം അത് ആയുധമാക്കി മാറ്റുന്നത്. ഒന്നും നടന്നിട്ടില്ല എന്നാണല്ലോ പ്രതിപക്ഷം ഇപ്പോൾ പറയുന്നത്. അതിന്റെ ഫലമാണ് നഗരം അനുഭവിച്ചത് എന്ന്. അതിപ്പോ ഒരു ആക്ഷേപത്തിന് വേണ്ടി ആക്ഷേപം പറയുന്നത് മാത്രം. നമ്മളവിടുന്ന് നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പ്രതിപക്ഷത്തിന് നല്ല ബോധ്യമുണ്ട് അവർക്ക്. മുമ്പ് ഇത് ടെൻഡർ വിളിച്ച് വർക്ക് നടന്നില്ലെങ്കിലും JCB വെച്ച് ചാലുകൾ വൃത്തിയാക്കുന്ന പ്രവർത്തനം നടന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പ്രതിപക്ഷത്തെ BJP അടക്കമുള്ള സുഹൃത്തുക്കൾ നമ്മുടെ JCB ഉപയോഗിച്ച് തന്നെയാണ് ചാലുകളെല്ലാം വൃത്തിയാക്കി വന്നത്. എന്നാൽ ഇന്നലെ അപ്രതീക്ഷിതമായ വമ്പൻ മഴ വന്നപ്പോ എല്ലാ കുപ്പികളും സാധനങ്ങളും ചില്ലുകളും വന്ന് അടിഞ്ഞപ്പോ വെള്ളം ഒഴുകാതെ വന്നു. ഈ ഒഴുകാതെ വന്നതാണ് രാത്രി 1 മണിയോടുകൂടി നമ്മുടെ 9 സെറ്റ് നിന്ന് ആ വർക്കുകൾ നടത്തിയത്. സെക്രട്ടറി അടക്കം SC അടക്കമുള്ള കൗൺസിലർമാരടക്കമുള്ള സംഘാടനം നിന്ന് ആ വർക്ക് തീർത്തത്. ഇന്ന് നേരം വെളുക്കുമ്പോഴേക്കും പ്രശ്നം പരിഹരിച്ചു. 2 ദിവസത്തിനകം നമ്മൾ ഈ പ്രധാനപ്പെട്ട എല്ലാ വർക്കുകളും തീർക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അല്ല, ഇന്നൊരു മഴ പെയ്താൽ നേരിടാൻ തൃശ്ശൂർ നഗരം സജ്ജമാണോ? സജ്ജമാണ്. നമ്മളതിന് എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. 264 തൊഴിലാളികളെ വെച്ച് 26-ാം തീയതി എല്ലാ സ്ഥലങ്ങളും ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നികത്താനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്.